പാലിന് വില കുറയുന്നത് എന്തുകൊണ്ട്? അതാവട്ടെ ഇന്നത്തെ വിഷയം. നമസ്കാരം, ഞാൻ ഡോക്ടർ എസ് ജയശ്രീ, വെറ്റിനറി സർജനാണ്. ഇന്ന് ഒട്ടേറെ പേർ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പശുവിന് എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ചത്ര അളവിൽ പാൽ ലഭിക്കാത്തത്? അഥവാ പാലുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് അതിന് നല്ല ഗുണനിലവാരമില്ലാത്തത്? എന്തുകൊണ്ടാണ് അതിന് ആവശ്യമായ വില ലഭിക്കാത്തത്? ഈ ഒരു സംശയം ഒട്ടേറെ ക്ഷീരകർഷകർ ദിവസം പ്രതി എന്നോണം ചോദിക്കാറുണ്ട്. പലപ്പോഴും അതിന് ഒറ്റ വാക്കിൽ ഉത്തരം കൊടുക്കാൻ എനിക്ക് കഴിയാറില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്കറിയാം, പാലിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് കൊഴുപ്പ്, രണ്ട് കൊഴുപ്പിതര ഘടകങ്ങൾ. അപ്പോ ഗുണനിലവാരം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ നോർമലായിട്ടുള്ള റേറ്റ് ഒന്ന് അറിയണ്ടേ. നോർമലായി പശുവിന്റെ പാലിന് 3.5% കൊഴുപ്പും 8.5% കൊഴുപ്പിതര ഘടകങ്ങളുമാണ് വേണ്ടത്. ഈ കൊഴുപ്പിതര ഘടകങ്ങൾ ലാക്ടോമീറ്റർ എന്ന ഒരു ഉപകരണം ഉപയോഗിച്ചാണ് ക്ഷീരസംഘങ്ങളിൽ തിട്ടപ്പെടുത്തുന്നത്. ഈ ലാക്ടോമീറ്റർ റീഡിങ്ങിനെ കറക്റ്റ് ചെയ്ത് കറക്റ്റഡ് ലാക്ടോമീറ്റർ റീഡിംഗ് അഥവാ CLR എന്ന ഒരു റീഡിംഗ് എടുക്കുകയും ആ റീഡിങ്ങിന്റെയും പാലിന്റെ കൊഴുപ്പിന്റെയും അടിസ്ഥാനത്തിൽ 1 ലിറ്റർ പാലിന് ഇത്ര രൂപ എന്ന രീതിയിൽ വില നിശ്ചയിക്കുന്നു. ആ വിലയാണ് കർഷകന് സാധാരണയായി കൊടുക്കുന്നത്. ഇത് ഒരു ഏകീകൃത ചാർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. അപ്പോൾ എല്ലാവർക്കും പാലിന് എങ്ങനെയാണ് വില കിട്ടുന്നത് എന്ന് മനസ്സിലായി കാണുമല്ലോ. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം കൂടി മനസ്സിലായി കാണും. ഈ കൊഴുപ്പിന്റെയും കൊഴുപ്പിതര ഘടകങ്ങളുടെയും അളവ് മാറുന്നതനുസരിച്ച് നമ്മുടെ പാലിന് കിട്ടുന്ന വിലയും മാറും, അല്ലെ? അപ്പോ ആ ഘടകങ്ങളിൽ എങ്ങനെയൊക്കെയാണ് വ്യത്യാസം വരുന്നത്, വ്യത്യാസം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഒട്ടേറെ ഘടകങ്ങൾ പാലിന്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്നതായി ഉണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തെ ഘടകം തന്നെ തീറ്റക്രമമാണ്. കറവ പശുവിന്റെ തീറ്റക്രമത്തെ പറ്റിയുള്ള വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ തീറ്റക്രമത്തെ പറ്റി ഇനി കൂടുതലായി ഒന്നും പറയുന്നില്ല. നമുക്ക് ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഒന്നുകിൽ നമുക്ക് തന്നെ ഒരു തീറ്റ ഫോർമുലേറ്റ് ചെയ്യുകയോ അതല്ല എങ്കിൽ വിപണിയിൽ ലഭിക്കുന്ന കാലിത്തീറ്റ ആ പശുവിന്റെ ഉൽപാദനത്തിനനുസരിച്ച് കൊടുക്കുകയോ ചെയ്യാം, അല്ലെ? അങ്ങനെയാണ് നമ്മൾ സാധാരണ പശുക്കളിൽ തീറ്റ കൊടുക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ പാലിന്റെ ഗുണനിലവാരത്തെ ബാധിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവസാനിപ്പിച്ച ഒരു ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങാം. കഴിഞ്ഞ വീഡിയോയിൽ സറ അഥവാ സബ് അക്യൂട്ട് റൂമിനൽ അസിഡോസിസ് എന്നൊരു കണ്ടീഷനെ പറ്റി ഞാൻ പറയുകയുണ്ടായി, അല്ലെ? റൂമിനൽ അസിഡോസിസ് എന്ന കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ പശുവിന്റെ ദഹനത്തെ അത് ബാധിക്കും. അപ്പോൾ കൃത്യമായുള്ള ദഹനം നടക്കാത്തത് കൊണ്ട് തന്നെ ശരീരത്തിൽ പല ആവശ്യമില്ലാത്ത ഘടകങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇങ്ങനെയുള്ള ഘടകങ്ങൾ അതിന് പല അസുഖങ്ങളും വരുത്തും. അപ്പൊ ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ വളരെ നിങ്ങൾ കർഷകർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മാത്രം പറയുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ പറയുന്നത്. കാര്യം ഈ ഘടകങ്ങളുടെ ഓരോന്നിന്റെയും പേരും ശാസ്ത്രീയ നാമവും ഒക്കെ പറഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ ഒരു വേദിയിൽ അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇക്കാര്യം പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സറയുടെ കാര്യമാണ്. സറ എങ്ങനെ ഉണ്ടാവുന്നു? അതായത് നമ്മൾ പശുവിന് ഇത്ര തീറ്റ കൊടുക്കണം, ഇത്ര പുല്ല് കൊടുക്കണം, കാലിത്തീറ്റ കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെക്കും. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ പശുവിന് ആവശ്യമായ പുല്ല് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ വിചാരിക്കുമല്ലോ, ഇന്ന് പുല്ല് ഇത്തിരി കുറവാ, എങ്കിൽ പിന്നെ കാലിത്തീറ്റ ഇച്ചിരി കൂട്ടി കൊടുത്തേക്കാം, അല്ലേ? അത് നമ്മളുടെ ഒരു സ്വാഭാവികമായ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ കാര്യം പശുവിന്റെ വിശപ്പും മാറട്ടെ. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും പുല്ലിന്റെ അളവ് കുറയുകയും കാലിത്തീറ്റയുടെ അളവ് കൂടുകയും ചെയ്യുമ്പോൾ അവിടുത്തെ തീറ്റയുടെ അനുപാതത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഈ അനുപാതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതിന്റെ ശരീരത്തിൽ പല അഭികാമ്യമല്ലാത്ത ഘടകങ്ങളും ഉണ്ടാകാനുള്ള ഇടയുണ്ടാക്കുന്നു.
അങ്ങനെ റൂമിലെ അസിഡിറ്റി വർദ്ധിക്കുന്നു. ആ അസിഡിറ്റി വർദ്ധിച്ചാൽ നമുക്കറിയാം, മനുഷ്യനായാലും അസിഡിറ്റി വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പശുവിനാവുമ്പോൾ അത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ വയറ് കണ്ടമാനം വീർക്കുന്നു. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ആ അസിഡിറ്റി വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചേക്കാം. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ അസിഡിറ്റി വലിയ പ്രശ്നമില്ലാതെ പശുവിന് ഗ്യാസ് വന്ന് ഇങ്ങനെ പോകുന്നത് പോലെ നിൽക്കും. അപ്പോൾ ചില കർഷകർ വന്ന് പറയാറുണ്ട്, പശുവിന് എപ്പോഴും ഗ്യാസാണ്, ഡോക്ടർ എന്തെങ്കിലും മരുന്ന് തരണം. ഗ്യാസ് ആണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഇതിന് വിരമരുന്ന് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും ആദ്യം ചോദിക്കുക. പിന്നീടാണ് തീറ്റക്രമത്തിലേക്ക് വരിക. അപ്പൊ പലപ്പോഴും മനസ്സിലാവുന്നത് വിരമരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ തീറ്റക്രമത്തിലുള്ള പാളിച്ച കൊണ്ട് തുടർച്ചയായി ഗ്യാസ് ഉണ്ടാവുകയും ദഹന പ്രക്രിയ ശരിയാവാതെ വരികയും പിന്നീട് ഇതിന്റെ അനന്തര ഫലം എന്നോണം പതിയെ പതിയെ ആ പശുവിന് പാല് കുറയുകയും ആ പാലിന്റെ ഗുണനിലവാരം കുറയുകയും ചെയ്യുന്നതായി കാണാം. കൂടാതെ കാലിന് ചിലപ്പോൾ വേദന വരാം, ലാമിനൈറ്റിസ് എന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ പശുവിന്റെ ആരോഗ്യത്തെ തന്നെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഈ സറ വഴിതെളിക്കുന്നത്. അപ്പൊ ഈ സറ എന്നുള്ള അസുഖം ഉണ്ടെങ്കിലും പാലിന്റെ ഗുണനിലവാരം വളരെ വേഗത്തിൽ കുറയും. അപ്പൊ അത് കുറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ആവശ്യത്തിന് പുല്ല് വേണ്ടതിന് ആവശ്യത്തിന് പുല്ല് തന്നെ കൊടുക്കണം. പുല്ലിന്റെ അളവ് കറക്റ്റ് ആയിരുന്നാൽ മാത്രമേ കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പാലിൽ കൊഴുപ്പ് ഉണ്ടാകുവാൻ ആവശ്യമായ ഘടകങ്ങൾ ശരീരത്ത് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ പാലിന് ആവശ്യമായ കൊഴുപ്പുണ്ടാവുകയുള്ളൂ. അപ്പൊ നമുക്കെല്ലാം ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, കാലിത്തീറ്റ കുറെ കൊടുത്താൽ നല്ല കൊഴുപ്പുള്ള പാലുണ്ടാവുമെന്ന്. വെറുതെയാണ്, അങ്ങനെയല്ല. പശുവിന് ആവശ്യത്തിന് നല്ല പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ ആ പാലിന് കൊഴുപ്പുണ്ടാകും. അപ്പോൾ ആ കൊഴുപ്പുള്ള പാല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വിലയും കിട്ടും. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ പറഞ്ഞല്ലോ, പുല്ല് കൃത്യമായി ആവശ്യത്തിന് ഉണ്ടാവണം. ഇനി കാലിത്തീറ്റയുടെ കാര്യമാണെങ്കിലോ, കാലിത്തീറ്റ ക്രമത്തിലധികം പൊടിഞ്ഞ് തീരെ ചെറിയ കണികകളായാലോ അതിന് ആവശ്യത്തിൽ കൂടുതൽ വലിപ്പമുണ്ടായാലോ ദഹനത്തിന് പ്രശ്നം വരും. അങ്ങനെയാണെങ്കിൽ ഈ കുഴപ്പങ്ങൾ സംഭവിക്കാം. പിന്നെ അടുത്തത് എനർജിയിലുള്ള കുറവ് അല്ലെങ്കിൽ ഊർജത്തിലുള്ള കുറവ്. ഈ ഊർജത്തിലുള്ള കുറവ് സാധാരണയായി എപ്പോഴാണ് വരുന്നത്? പ്രസവത്തോടനുബന്ധിച്ച് ചിലപ്പോൾ പശുവിന് കൂടുതൽ ഊർജം വേണ്ടുന്ന സമയമായിരിക്കും. അപ്പോൾ ഊർജദായകമായ തീറ്റകൾ അധികം പശുവിന്റെ തീറ്റയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഊർജത്തിലുള്ള കുറവ് വരാം. അത് പാലിന്റെ ഗുണനിലവാരത്തെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ മറ്റേ തീറ്റക്രമം പറഞ്ഞപ്പോൾ ഗർഭകാല റേഷൻ പറയുമ്പോഴും ഒക്കെ ഊർജദായകമായ തീറ്റ ഉൾപ്പെടുത്തുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അത് സംശയമുള്ളവർ വീണ്ടും ആ വീഡിയോ എടുത്ത് ഒന്നുകൂടി കണ്ടാൽ അത് മനസ്സിലാവും. അപ്പൊ ആ ഊർജദായകമായ തീറ്റയിൽ ഉണ്ടാവുന്ന ഊർജക്കുറവുണ്ടാക്കുകയും അങ്ങനെ പാലിന്റെ ഗുണനിലവാരത്തെ അത് സാരമായി ബാധിക്കുകയും ചെയ്യാം. ഒരു കൃത്യമല്ലാത്ത സമയങ്ങളിലുള്ള ഫീഡിങ് അല്ലെങ്കിൽ ധാന്യങ്ങൾ കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണം ഒറ്റ തവണയായി കൊടുക്കുക, പിന്നീടുള്ള തവണകളിൽ ധാന്യങ്ങൾ അധികം ഉൾപ്പെടുത്താതിരിക്കുക, അങ്ങനെ ഒരു ക്രമമല്ലാത്ത തീറ്റക്രമവും പാലിന്റെ ഗുണനിലവാര തകർച്ചയ്ക്ക് ഒരു കാരണമാണ്. കൂടാതെ എല്ലാത്തിനും ഒരു ക്ലിപ്തത വേണം. അതായത് പശുവിന് കുളിപ്പിക്കുന്നതിന് ക്ലിപ്തത വേണം, പശുവിനെ കറക്കുന്നതിന് ക്ലിപ്തത വേണം. എല്ലാ കാര്യത്തിലും പശുവിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് അതിനെല്ലാത്തിനും ഒരു ചിട്ടയായ നടപടിക്രമം ആവശ്യമാണ്. എങ്കിലാണ് ഒരു പശു നമുക്ക് നല്ല പാല് നല്ല അളവിൽ തരികയുള്ളൂ. പശുവിനെ ആവശ്യമില്ലാതെ പേടിപ്പിക്കാൻ പാടില്ല, അതിനെ അടിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ അത് നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിലായിരിക്കണം അതിനെ നമ്മൾ പരിപാലിക്കേണ്ടത്. ചാണകം മാറ്റി കൊടുക്കണം. ദിവസം 3 നേരമെങ്കിലും തൊഴുത്തിൽ തന്നെ കിട്ടുന്ന പശുക്കളാണെങ്കിൽ അവയുടെ ചാണകം മാറ്റി 2 നേരമെങ്കിലും കുളിപ്പിച്ച് വൃത്തിയാക്കി ഒക്കെ വയ്ക്കുക. അതുപോലെ പശുവിന് കിടന്ന് വിശ്രമിക്കാനുള്ള അവസരം കൊടുക്കുക. അപ്പൊ കിടന്ന് വിശ്രമിക്കാനുള്ള അവസരം കൊടുക്കുമ്പോൾ ആ കിടക്കുന്ന പരിസരവും ഒക്കെ അതിൽ പെടും. 14 മണിക്കൂറെങ്കിലും ഒരു പശു കിടന്ന് അയവെട്ടിയെങ്കിൽ മാത്രമേ അതിന് നല്ല രീതിയിലുള്ള ഉൽപാദനം ഉണ്ടാകുകയുള്ളൂ. അപ്പൊ അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അതിനുള്ള സാഹചര്യം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ കൃത്യമായ
ഇടവേളകളിലുള്ള തീറ്റയെ പറ്റി പറഞ്ഞത്. അല്ലാതെ ചിലർക്ക് കൂടുതലും ആദ്യമായി ഈ രംഗത്തേക്ക് വരുന്ന സംരംഭകർക്കാണ് ആ ഒരു അബദ്ധം പറ്റുന്നത്. കറവയുള്ള പശുവല്ലേ, എപ്പോഴും തിന്നോട്ടെ എന്ന് കരുതി എപ്പോഴും തീറ്റ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. തീറ്റ അല്ലെങ്കിൽ പുല്ല്, അതൊരു നല്ല രീതിയല്ല. പശുവിന്റെ ദഹന വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അയവെട്ടൽ ഒരു പ്രധാന ഘടകമാണ്. ആ അയവെട്ടുന്നതോടു കൂടിയാണ് ശരീരത്തിൽ പല ബഫർ എന്നുള്ള ഒരു ഘടകം ഉണ്ടാകണം. അപ്പൊ ഈ ബഫറാണ് അതിന്റെ ഈ വയറ്റിലെ റൂമനിലെ pH-നെ നിലനിർത്താൻ സഹായിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ കൃത്യമായി നടക്കണമെങ്കിൽ ഈ ശരീര പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി നടക്കണം. അപ്പൊ അതിന് നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കണ്ടേ? ആ ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഭക്ഷണക്രമത്തിൽ തുലനം പാലിക്കേണ്ടത്. പിന്നെ ധാരാളം വെള്ളം കൊടുക്കണം. വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു മുടക്കവും വരുത്തരുത്. ആവശ്യത്തിന് വെള്ളം കൊടുക്കുക. അടുത്തത് സീസൺ. ഒരു പ്രത്യേക കാലത്ത് പാലിന് നല്ല ഗുണനിലവാരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ചൂട് കാലത്ത് പാലിന് ഗുണനിലവാരം കുറവായിരിക്കും. കാര്യം ചൂട് കാലത്ത് ചിലപ്പോൾ പശുക്കൾ തീറ്റ കുറവായിരിക്കും തിന്നുന്നത്. അതിന്റെ കുറെ ഊർജം ആ താപക്രമീകരണത്തിനായി ഒക്കെ പോകുന്നു. ആ സമയത്ത് പാലിന്റെ ഗുണനിലവാരം കുറവായിരിക്കും. അടുത്ത ഘടകം കറവയുടെ സ്റ്റേജ്, അതായത് തലക്കറവ എന്ന് നമ്മൾ പറയും അല്ലെ ചില സ്ഥലങ്ങളില്. പീക്ക് ഓഫ് ദ ലാക്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു കറവക്കാലത്തിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സമയത്ത്, അതൊരു കർവ് പോലെയാണെങ്കിൽ ഉയർന്ന് പിന്നീട് താഴുക, അങ്ങനെയാണ് വരുന്നത്. ആ ഉയർന്നു നിൽക്കുന്ന സമയത്ത് പാലിന് കൊഴുപ്പും ഗുണനിലവാരവും ഇത്തിരി കുറവായിരിക്കും. പക്ഷേ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും കറവ തീരാറാവുമ്പോഴത്തേക്കും പാലിന് കൊഴുപ്പ് നന്നായി ഉണ്ടാവും. ഇത് പ്രധാനമായിട്ടുള്ളത് അസുഖങ്ങളാണ്. അസുഖങ്ങളിൽ ആദ്യത്തെ തന്നെ വിരബാധ മൂലമുള്ള അസുഖം ഉണ്ടാകാം. വിരബാധ ഉണ്ടെങ്കിൽ പശുവിന് തീർച്ചയായും അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിലും പാലിന് ഗുണനിലവാരം ഉണ്ടാവില്ല. അതുപോലെ എന്തെങ്കിലും പോഷകക്കുറവോ കാൽസ്യത്തിന്റെ കുറവോ മറ്റ് ഘടകങ്ങളുടെ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പാലിന് ഗുണനിലവാരം ഉണ്ടാവില്ല. അകിടുവീക്കം വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ്. അപ്പൊ അകിടുവീക്കം പാലിന്റെ ഗുണനിലവാരത്തെ പ്രത്യേകം ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇതിനെപ്പറ്റി ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് കാരണം അകിടുവീക്കത്തെ പറ്റി കൂടുതൽ പറയുന്നില്ല. അകിടുവീക്കം വന്ന ഒരു പശുവിന്റെ പാലിനും ഗുണനിലവാരം നന്നേ കുറവായിരിക്കും. നമ്മൾ ഈ പാലൊക്കെ പശു ഉൽപ്പാദിപ്പിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഇത് കറന്നെടുക്കുന്നതിലും ഉണ്ട് മിടുക്ക്. അപ്പൊ ഈ കറന്നെടുക്കുന്നതിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. പലപ്പോഴും പശു ചുരത്തുന്നില്ല എന്നൊരു കംപ്ലൈന്റ് ചിലപ്പോൾ കർഷകർ പറയാറുണ്ട്. അപ്പൊ ചുരത്തുന്നതിന് പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ആ പാലിന് ഗുണനിലവാരം കുറവായിരിക്കും. നന്നായി ചുരത്തി കിട്ടുന്ന പാലിലാണ് ഗുണനിലവാരം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ചുരത്തുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ചുരത്തുന്നില്ലെങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യുക. അങ്ങനെ നന്നായി ചുരത്തി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പശുവിന്റെ കറവ 8 മുതൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ തീർത്തിരിക്കണം. അതല്ല എങ്കിൽ സമയം വൈകും തോറും ആ പശുവിന്റെ ചുരപ്പ് വലിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഗുണനിലവാരം കുറവായിരിക്കും ആ പാൽ. ഒരു ഗ്ലാസ്സിൽ കുറച്ചു നേരം ഒരു ഗ്ലാസ് പാൽ എടുത്ത് വെച്ചാൽ തന്നെ അറിയാം അതിന്റെ കൊഴുപ്പുള്ള ഭാഗം മുകളിൽ അടിയും അല്ലെ, ഒരു പാട പോലെ മുകളിൽ അടിയും. അപ്പോൾ അതിൽ നിന്ന് തന്നെ അറിയാം പാട അഥവാ കൊഴുപ്പുള്ള ഭാഗത്തിന് സാന്ദ്രത കുറവാണ്. ആ സാന്ദ്രത കുറവുള്ള ഭാഗം ഏറ്റവും മുകളിലായിരിക്കും. അതേപോലെ തന്നെ പശുവിന്റെ അകിടിലും പാല് നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ കൊഴുപ്പ് ഉള്ള ഭാഗം ആ പാലിന്റെ ഏറ്റവും മുകളിലായിരിക്കും. ഈ മുകളിലുള്ള കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ പാൽ താഴേക്ക് നമുക്ക് ലഭിക്കുന്നത് കറവയുടെ അവസാന ഭാഗങ്ങളിലായിരിക്കും. അപ്പൊ ഈ കറവയുടെ അവസാന ഭാഗം പശു ചൊരപ്പ് വലിക്കുന്നത് പോലും മൂലം കിട്ടാതെ ഇരുന്നാൽ ആ പാലിന് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സാധാരണയായി കാണിക്കുന്ന ഒരു അബദ്ധമാണ് എല്ലാ കാമ്പിൽ നിന്നും കുറച്ച് പാല്
കുട്ടിക്ക് വിട്ടുകൊടുക്കുക. അതൊരു വലിയ അബദ്ധമാണ്. കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൊഴുപ്പ് കൂടിയ പാലായിരിക്കും 4 കാമ്പിൽ നിന്നുമായിട്ട് കുട്ടിക്ക് വിട്ടുകൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട. ഏതെങ്കിലും ഒരു കാമ്പ് കുട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ കുട്ടിക്ക് ആവശ്യമുള്ള പാല് കിട്ടും. എന്നാൽ നമുക്ക് കൊഴുപ്പുള്ള പാല്, ആവശ്യത്തിന് കൊഴുപ്പുള്ള പാല് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കറക്കുന്നു. ഈ കറക്കുന്നത് മിൽക്കിംഗ് മെഷീൻ വെച്ചിട്ടാണ് കറക്കുന്നതെങ്കിൽ ആ മെഷീനിലെ പോരായ്മയും പാലിന്റെ ഗുണനിലവാരത്തെ ബാധിക്കാം. അപ്പോൾ കറക്കുന്ന സമയത്ത് ഉള്ള പശുവിന്റെ മാനസികാവസ്ഥ, അതിന്റെ ആ അന്തരീക്ഷം ഒക്കെ പാലിന്റെ ഗുണനിലവാരത്തെ ബാധിക്കാം. നമ്മൾ കറന്നൊഴിക്കുന്ന പാല് വളരെ വൃത്തിയുള്ള ഒരു പാത്രത്തിലായിരിക്കണം. അതിൽ വെള്ളത്തിന്റെ കണിക പോലും ഉണ്ടാകരുത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഉണ്ടായാൽ പാലിന് ആ കൊഴുപ്പും റീഡിങ്ങും ഒക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ കറന്നെടുത്തു. അപ്പൊ നമ്മുടെ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് നമ്മൾ ക്ഷീരസംഘങ്ങളിൽ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ലോക്കൽ സെയിലും അല്ലെങ്കിൽ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ പാല് വിൽപ്പന നടത്താറുണ്ട് അല്ലെ. ചിലപ്പോഴൊക്കെ ഞാൻ കർഷകരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പാല് കറന്ന് കഴിയുമ്പോൾ പുറത്തു കൊടുക്കാനുള്ള പാല് ആദ്യം തന്നെ എടുക്കുവോ? അപ്പൊ പലരും പറയാറുണ്ട്, സാർ ഞങ്ങൾ ആദ്യം അതെടുത്ത് മാറ്റി വെക്കും, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് സൊസൈറ്റി കൊണ്ടുപോകും. ചിലരെങ്കിലും പറയാറുണ്ട്. ഇപ്പൊ ഒത്തിരി മാറ്റം വന്നു കേട്ടോ. അപ്പോൾ അന്നേരം തന്നെ നമുക്ക് അവിടുന്ന് കാരണം പിടികിട്ടും. കാരണം പാൽ ഇത്തിരി നേരം വെച്ചിരുന്നാൽ തന്നെ ആ കൊഴുപ്പ് കൂടിയ ഭാഗം മുകളിലേക്ക് അടിയും. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് പാലെടുക്കുമ്പോൾ സ്വാഭാവികമായും ആ ഗുണനിലവാരം കൂടിയ പാലായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പാൽ നന്നായി ഇളക്കിയതിനു ശേഷം മാത്രം ആണ് ഒരു പാത്രത്തിലേക്ക് പകർത്താവൂ. അപ്പൊ അതും കൂടി പാലിന്റെ കൊഴുപ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. പശുവിന് തീറ്റ കൊടുക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, തീറ്റക്രമമാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു. തീറ്റ കൊടുക്കുമ്പോൾ, പച്ചപ്പുല്ല് കൊടുക്കുമ്പോൾ ഒരിനം പുല്ല് മാത്രം കൊടുക്കാതെ പലതരം പുല്ല് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കാലിത്തീറ്റ കൊടുക്കുമ്പോഴും അത് വൈവിധ്യമാർന്ന ഒരു കാലിത്തീറ്റ ആയിക്കൊള്ളട്ടെ. വിവിധ തരം പിണ്ണാക്കുകളും തവിടുകളും ഒക്കെ ചേർന്ന ഒരു ഊർജദായകമായ വസ്തുക്കളും ഒക്കെ ചേർന്ന ഒരു നല്ല കാലിത്തീറ്റ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിനെ ചേർക്കേണ്ട അളവുകൾ ഒക്കെ എങ്ങനെ അറിയും എന്നൊക്കെ. ഇപ്പോൾ നിലവിൽ പല ഫീഡ് ഫോർമുലേഷൻ ആപ്പുകളും ഇറങ്ങിയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ ആ എങ്ങനെ ഒരു കാലിത്തീറ്റ നമുക്ക് നമ്മുടെ ലഭ്യമായ വസ്തുക്കൾ കൊണ്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു തരാം. അങ്ങനെ ഒരു ആപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പൊ അങ്ങനെയുള്ള ആപ്പുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മളുടെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ കുറെ കാര്യങ്ങൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നാ പറയുക. നമ്മൾ ചെയ്ത് ഒരു ശീലമായി വരുന്ന ഒരവസ്ഥ. അപ്പൊ അങ്ങനെയും നമുക്ക് ചെയ്യാം. എങ്ങനെയായാലും അപ്പോൾ ഇതിന് വേണ്ടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, തീറ്റക്രമം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കർഷകനും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ, അതായത് നമ്മളുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം പാലിന് ഗുണനിലവാരം ഉണ്ടെങ്കിൽ മാത്രമേ ആ കർഷകന് ഈ രംഗത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ പാലുൽപാദനം, നല്ല ശാസ്ത്രീയമായ രീതിയിൽ പാലുൽപാദനം നടത്തി എല്ലാ കർഷകരും തങ്ങളുടെ അധ്വാനത്തിന് മതിയായ പ്രതിഫലം ലഭിക്കുന്നു എന്ന ഒരു ആത്മസംതൃപ്തിയോടെ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിന് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി കർഷകരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.